ഒരു ജേണൽ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ളത് വെച്ചിട്ട് ഒരു ജേണൽ ചെയ്യാൻ പോവാണ്. ഇത് എൻ്റെത് ഉള്ളിടത്ത് ഒരു ആരയാണ്, പിന്നെ കുറച്ച് നോട്ട്സ് കട്ട് ചെയ്തതാണ്, പിന്നെ കളർ A4 ഉണ്ട്, കളറുണ്ട്, കുറച്ച് വാട്ടർ ഉണ്ട്, പിന്നെ വാഷി ടാപ്സ്, പെയിൻറ്റ്, പിന്നെ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ട്, ഗ്ലൂ ഉണ്ട്, പേനുണ്ട്, പെൻസിലുണ്ട്, റബ്ബർ ഉണ്ട്, ഒരു സ്റ്റിക്കർ ബുക്ക് ഉണ്ട്. ഇന്നെന്ന് പറയുന്നത് ഒരു ഡയറി ഉണ്ട്, ഫെവിക്കോൾ ഉണ്ട്, കത്രിക ഉണ്ട്, ഒരു പെൻസിലിൻ്റെ ഇതുണ്ട്, ഒരു കവായി സ്റ്റിക്കർ ഉണ്ട്, കവായി സ്റ്റിക്കർ ബുക്ക് ഉണ്ട്, പിന്നെ A4 ഉണ്ട്, കളർ A4 ഉണ്ട്, സ്റ്റിക്ക് ഉണ്ട്, വാട്ടർ ഉണ്ട്, സ്കെച്ച് ഉണ്ട്, ക്രയോൺ ഉണ്ട്. എൻ്റെ അടുത്തുള്ളത് ഡയറി, സ്കെച്ച്, കവാ ഷീറ്റ്, കളർ A4, കത്രിക, പെയിൻറ്റ് വാട്ടർ, പെയിൻറ്റ്, കവായി സ്റ്റിക്കർ. ഇത്രയുള്ളൂ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഞാൻ ഈ പേജിലാണ് ചെയ്യുന്നത്. വെറൈറ്റി ഒരു ബുക്കാണ്, അത് വേറെ എൻ്റെ വേറെയാണ്. ഓറഞ്ച് ഞാൻ ഓറഞ്ച് തീമിലാണ് ചെയ്യണേ. ഞാൻ ബ്രൗൺ തീമിലാണ് ചെയ്യുന്നത്. ഞാൻ പിങ്ക് തീമിലാണ് ചെയ്യുന്നത്. ഗൈസ്, നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ കളർ A4 ആണ്. ഞാൻ കളർ A4 അല്ല, ഞാൻ A4 ആണ് ചെയ്യുന്നത്. ആണല്ലോ, അപ്പം നമുക്ക് ഇവിടെ ഒരു സ്ഥലത്ത് മെയ്യും ഒരു സ്ഥലത്ത് ഡേറ്റും എഴുതി കൊടുക്കാം. രണ്ടിനും രണ്ട് വേറെ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയൊരു ഡേറ്റൊക്കെ വിചാരിക്കുന്നുണ്ട്. ഐസിൻ്റെ ചെറുതായിട്ട് ഇവിടെ നിന്ന് തെറ്റിപ്പോയി. മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇവിടെ അതേപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സൊക്കെ ഞാൻ അതിൻ്റെ തീരുമാനം. ഞാനൊരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് പേജ് ഉണ്ടാക്കണം. ഇവിടെ ഒട്ടിക്കാൻ പോവാണ്. രണ്ട് ഭാഗത്തും പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ റെഡി ആയിട്ട് ഞാൻ കുറച്ചും കൂടെ ഫിനിഷ് ആക്കാൻ പോവാണ്. എൻ്റെ ഗൈസ് ഞാൻ പിന്നെയും ചെയ്തിരുന്നു, പക്ഷെ പിന്നെയും കുളമായപ്പോൾ പിന്നെയും ചെയ്തതാണിത്. ഇപ്പം ഞാൻ ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. വലിയ വശമല്ല കേട്ടോ, കഴിഞ്ഞ വശം.
ഡ്രസ്സിനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് ഗൈസ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്തിട്ടുണ്ട്. ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ കളർ ഫോറോണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിൻഡോ ഉണ്ട്, പിന്നെ ഡ്രസ്സിന് ഹാങ്ങറൊക്കെ ഉണ്ട്, പിന്നെ കവാഷീറ്റിൽ കുറച്ച് കുട്ടി ഉണ്ടായിരുന്നു, അത് വെച്ചു. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് എഴുത്തൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് പിന്നെ ഇംഗ്ലീഷ് എഴുത്ത് ചെയ്തു. പിന്നെ പെയിൻറ്റിങ് ചെയ്തു. പിന്നെ ഒരു കബോർഡ് പോലെ അതിൻ്റെ പിന്നെ കുറച്ച് സാധനങ്ങൾ വെച്ചു. പിന്നെ ഒരു ബുക്കുണ്ട്. പിന്നെ വെറുതെ ഒരു എഴുത്തുണ്ട്. ഇവിടെ മൊത്തം എഴുതിക്കുന്ന ഒരു വീടിന്റെ തീമാണ് ഗൈസ്. പിങ്ക് വീട് തീമാണ്. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിരുന്നു. പക്ഷെ അത് തെറ്റാൻ പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കിയാണ്ട് കൊളാക്കിയതാണ്. പിന്നെ സൈഡിൽ ഇതേപോലെ ഔട്ട്ലൈനും പിന്നെ ഇതേപോലെ ഒരു കളർ പേപ്പർ ഇങ്ങനെ ഇതിലാക്കി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ബർത്ത്ഡേ മാസം ആയതുകൊണ്ട് ഫേവറേറ്റ് മന്ത് എഴുതിയിട്ട് ആഗസ്റ്റ് എഴുതിയിട്ട് ഇവിടെ അതിൻ്റെ ദിവസങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ട്രീ വരച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഒരു ഓറഞ്ച് കളർ ലീവ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നോട്ട് ഉണ്ട്. പിന്നെ ഇവിടെ എമ്മിന്നുണ്ട്, പക്ഷേ അവിടെ ഇല ഒന്നുകൂടെ കാണില്ല. പിന്നെ ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കുട്ടിയുടെ ഉണ്ട്. പിന്നെ ഒരു റെസിപ്റ്റ്, പിന്നെ ഒരു മാലയുടെ ഉണ്ട്. പിന്നെ ഇതാണ് എനിക്ക് അത്ര പിടിച്ചാത്ത ഈ കാര്യം. പക്ഷേ ഈ പൂ വാടിയപ്പോൾ ഇതിൻ്റെ രസമൊക്കെ പോയി. നേരത്തെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇവിടെ ഒരു കൈറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഓറഞ്ചിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഓറഞ്ചിന് എഴുതിയിട്ട് ലവ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ലവ് പിന്നെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ ഒരു ജേണൽ എന്ന് പറയുന്നത്. ഗൈസ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ചെയ്തിട്ടുള്ളത് ബ്രൗൺ തീമിലായിരുന്നു. അപ്പോൾ ഞാൻ ബ്രൗൺ തീമിൽ 2 കളർ A4 ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പോസ്റ്റർ വെച്ചു, ചെറിയ ഡിസൈന് കൊടുത്തു. പിന്നെ ഇവിടെ 2 ടെഡി കവായി ഒട്ടിച്ചിട്ട് വൈറ്റ് ടെഡിന്നും ഇവിടെ ഇന്നതാണ്. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബ്രൗൺ തീമായിരുന്നു. ഞാൻ ഇവിടെ 2 കളർ A4 ഒട്ടിച്ചു, 2 പോസ്റ്റർ ഒട്ടിച്ചു. പിന്നെ ഇവിടെ ചെറിയൊരു വിഷ് ലിസ്റ്റ് പോലെ ഇത്. പിന്നെ മെയ് മാസത്തെ കലണ്ടർ ഒട്ടിച്ച്, ഇവിടെ കവായി സ്റ്റിക്കർ, ഇവിടെ കവായി സ്റ്റിക്കർ ഒട്ടിച്ചു. പിന്നെ ഇവിടെ 2 കവായി സ്റ്റിക്കർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതുപോലെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വൈറ്റ് ടെഡി എഴുതിയിട്ടുണ്ട്. ഇവിടെയും വൈറ്റ് ടെഡി എഴുതിയിട്ടുണ്ട്. ഇതാണ് മൊത്തത്തിൽ പറഞ്ഞ എൻ്റെ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഏറ്റവും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ആദ്യം ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ബൈ ബൈ.